ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ, കോൾ ഡാർക്ക് മാറ്റർ, സെർച്ച് സർവേക്ഷൻ അവാർഡ്സ്, 30-meter ടെലസ്കോപ്പ്, ലോറി ഫെസ്റ്റിവൽ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, HPV വാക്സിൻ, സ്പീഷീസ് ന്യൂസ് ആയിട്ട് ഹിമാലയൻ ബോൾസ്. നമുക്ക് 1 by 1 ഓരോ ന്യൂസിലേക്ക് പോവാം. ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ. എന്താണ് നമ്മുടെ ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ NGT ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റൽ സ്റ്റേറ്റുകൾക്ക്, തീരദേശ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിനോടും സോൺ മാനേജ്മെൻറ്റ് പ്ലാൻസ് ഈ കേസിൻ്റെ അടുത്ത സിറ്റിങ്ങിന് മുമ്പ് തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അൾട്ടിമേറ്റം കൊടുത്തു. അപ്പോൾ അതാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ നമ്മൾ എന്താണ് ഈ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ, അതിൻ്റെ റൂൾസ് എന്താണ്, NGTയുടെ മാൻഡേറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. കോസ്റ്റൽ സോൺ റെഗുലേഷൻ നോട്ടിഫിക്കേഷൻ വാസ് ഫസ്റ്റ് ഇഷ്യൂഡ് ഇൻ 1991 by the Ministry of Environment, Forest and Climate Change under the Environmental Protection Act 1986 with the mandate to take measures to protect coastal environment. അപ്പം തീരദേശ ആവാസ വ്യവസ്ഥ, കോസ്റ്റൽ എൻവയോൺമെൻ്റ് ഒക്കെ അതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് കോസ്റ്റൽ സോൺ റെഗുലേഷൻ റൂൾസ് ഒക്കെ വന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അവിടെയുള്ള കൺസ്ട്രക്ഷൻ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കോസ്റ്റൽ സോൺ റെഗുലേഷൻ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ NGT ഈ 9 കോസ്റ്റൽ സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ 9 തീരദേശ സംസ്ഥാനങ്ങളാണുള്ളത്. അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്ലാൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാകെ ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര മാത്രമേ ഉള്ളൂ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളോടും കൂടെ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യാനാണ് NGT, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്. NGT അത് ഒരു സുവമോട്ടോ കേസായിട്ട് തന്നെ ഇത് എടുത്തിരുന്നതായിരുന്നു. അപ്പോൾ നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി വിച്ച് ഓപ്പറേറ്റ്സ് അണ്ടർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇസ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി ടു ഓവർസീ ആൻഡ് ഇംപ്ലിമെൻറ്റ് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് കോസ്റ്റൽ സോൺ റെഗുലേഷൻ, അതുപോലെ തന്നെ എന്താണ് നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി, ആ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനിയിപ്പം ഇവരുടെ എല്ലാവരുടെയും ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻസും കൂടെ ഫൈനലൈസ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്ത്യയിലുള്ള കോസ്റ്റൽ സ്റ്റേറ്റുകൾ: ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അതുപോലെ തന്നെ നമ്മുടെ തീരദേശമായിട്ട് വരുന്ന യൂണിയൻ ടെറിട്ടറീസ് ദാമൻ ആൻഡ് ദിയു വരുന്നുണ്ട്, ലക്ഷദ്വീപ് വരുന്നുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതുച്ചേരിയും ഇവിടെ വരുന്നു, നമ്മുടെ കോസ്റ്റൽ റീജിയനിലാണ് വരുന്നത്. എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ? ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, CPCB ഒക്കെ എന്താണെന്ന്. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു ട്രൈബ്യൂണലാണ് ബേസിക്കലി. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി സെറ്റപ്പ് അണ്ടർ ദ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010 for effective and expeditious disposal of cases relating to environmental protection and conservation of forest and other natural resources. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പീഡി ഡിസ്പോസൽ, അതുപോലെ തന്നെ ടെക്നിക്കലി കുറച്ചുകൂടെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഡിസ്പോസലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വന്നിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ കാര്യവും അതിൻ്റെ അങ്ങനത്തെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ട്രൈബ്യൂണൽസിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ഇന്ത്യ became the third country in the world to set up a specialized environmental tribunal only after Australia and New Zealand, and the first developing country to do so. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് നമ്മുടെ ന്യൂസിൽ വന്നത് കോൾഡ് ഡാർക്ക് മാറ്റർ. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമ്മുടെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ, ഇത് പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്, കോസ്റ്റൽ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മെയിൻസിനാണെന്നുണ്ടെങ്കിലും GS3 എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ആ പോയിന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കോൾഡ് ഡാർക്ക് മാറ്റർ. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PIBയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് മാസീവ് പാർട്ടിക്കിൾസ്. അത് പാർട്ടിക്കിൾ മോഡൽ വെച്ചിട്ടും ഈ കോൾഡ് ഡാർക്ക് മാറ്റർ, അതിൻ്റെ എക്സിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി ഒക്കെ പോസ്റ്റുലേറ്റ് ചെയ്യാമെന്ന് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബംഗളൂരുവിലുള്ള രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പേപ്പർ സ്റ്റഡി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു PIBയിൽ ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രിലിംസിനും അതുപോലെ തന്നെ GS3 സയൻസ് ആൻഡ് ടെക്കിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തു നിന്നുള്ള ഒരു പേപ്പർ വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് ഡാർക്ക് എനർജി എന്നോർക്കുക. പേരിലുള്ള ഡാർക്ക് വരാൻ കാരണം വേറൊന്നുമില്ല, അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. വിബ്ജിയോർ എന്നുള്ള വിസിബിൾ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പം അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത മാറ്റർ, അവർ കൂടുതലും ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ സ്റ്റഡി കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉള്ളതിൽ നിങ്ങൾ പഠിക്കുന്നതാണ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുടെ ഒക്കെ സ്റ്റഡി കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നത്. എനിവേ, cold dark matter is a hypothetical dark matter that constitutes 25% of the current universe. അപ്പം ഡാർക്ക് മാറ്റർ എന്താണ്, ഡാർക്ക് എനർജി എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. In the current universe, nearly 70% constitutes dark energy, whereas 25% is dark matter, about both of which there is scanty knowledge till date. എന്തുകൊണ്ടാണ് സ്കാൻറ്റി നോളജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് വീക്ക് ആയതുകൊണ്ട് അതിൻ്റെ തന്നെ ഡിറ്റക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡിഫിക്കൽട്ടാണ്. There are 2 models used to study cold dark matter, namely the particle physics model and the cosmological model. അപ്പോൾ ജസ്റ്റ് 2 ഈ പറഞ്ഞതുപോലെ തന്നെ മോഡൽസ് വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റഡി പോസ്റ്റുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ പാർട്ടിക്കിൾ ഫിസിക്സ് മോഡലിലാണ് ഒരു പുതിയ പേപ്പറൊക്കെ വന്നിരിക്കുന്നത്. ഇൻ എ റീസെൻ്റ്ലി പബ്ലിഷ്ഡ് പേപ്പർ ബൈ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, they confirmed the relevance of weakly interacting massive particles by relaxing certain earlier assumptions, and hence proved that theorizing dark matter from particle physics was possible. So basically ഇതൊരു നമ്മുടെ DSTയുടെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബംഗളൂരുവിൽ തന്നെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളതാണ്. നമ്മുടെ ലേസർ ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൾസ്ഡ് ലേസേഴ്സൊക്കെ ഇന്ത്യയിൽ അതിൻ്റെ സ്റ്റഡി ഇവിടെ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പേപ്പറിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഫിസിക്സ് മോഡൽ വെച്ചിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങളുടെ ഒക്കെ പോസിബിലിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പം വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് മാസീവ് പാർട്ടിക്കിൾസ്, അതാണ് അത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് എന്താണ് ഡാർക്ക് മാറ്റർ, എന്തുകൊണ്ടാണ് അവരെ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്? കാരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അകത്ത് വരുന്നതാണ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ അവരുമായിട്ട് അതുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ, ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അവരെ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. പേരിലുള്ള ഡാർക്കിൻ്റെ കാരണം അതാണ്. അത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. സോ വാട്ട് ഈസ് ഡാർക്ക് മാറ്റർ? ഡാർക്ക് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ ചാർജ്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. സോ ദീസ് പാർട്ടിക്കിൾസ് ആർ ഡാർക്ക് നെയിംലി ബിക്കോസ് ദേ ഡു നോട്ട് എമിറ്റ് ലൈറ്റ്, വിച്ച് ഈസ് an electromagnetic phenomenon, and matter because they possess mass like normal matter and interact through gravity. ഗ്രാവിറ്റിയുമായിട്ടാണ്, ഗ്രാവിറ്റി ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ വൺ ഓഫ് ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഗ്രാവിറ്റിയിലെ പറ്റിയുള്ള അതിൻ്റെ സ്റ്റഡിയും ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ഒക്കെ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ എനിവേ, the visible universe we see is the result of various interactions among the 4 fundamental forces acting upon particles, namely ഇപ്പം 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് നേച്ചറിലുള്ള ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിൻ്റെ അകത്ത് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ റേഞ്ചിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് ജനറൽ സയൻസിൽ. ഓൺലി 5% ഓഫ് ദ എൻ്റയർ വിസിബിൾ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് ഓൾ മാറ്റർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് 95% ഈസ് ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി. അപ്പോൾ പുതിയൊരു പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അടുത്തത് സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ്. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞാൽ, റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവാർഡ് സെറമണിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സൂറത്ത്, ഇൻഡോർ പോലെ ആ 2 സിറ്റീസാണ് ടുഗെദർ അർബൻ സിറ്റീസിൻ്റെ അകത്ത് ഏറ്റവും മുൻപന്തിയിൽ വന്നത് ഈ ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ. സോ ഇത് പ്രിലിംസിനും സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ് അസച്ച് പ്രിലിംസിനും അതുപോലെ തന്നെ GS1 അർബനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ്? ഇറ്റ്സ് ആൻ ആനുവൽ സർവേ ഓഫ് ക്ലെൻലിനെസ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ് അക്രോസ് ഇന്ത്യ, ലോഞ്ച് ആസ് എ പാർട്ട് ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പോൾ ഒരു ആനുവൽ സർവേ ഓഫ് ക്ലെൻലിനെസ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്, ഇതാണ് സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കാം, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്
ഈ സ്വച്ഛ് സർവേഷൻ അവാർഡ്സ് ലോഞ്ച് ചെയ്തത് വിത്ത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആസ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റിംഗ് പാർട്ട്ണർ. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടു എൻകറേജ് ലാർജ് സ്കെയിൽ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, അതായത് ആൾക്കാരുടെ പ്രാതിനിധ്യം കൂടെ വേണം. ഈ പറഞ്ഞ പോലെ തന്നെ സിറ്റിയുടെ ക്ലീൻനെസ്സിനും ഹൈജീനിലും സാനിറ്റേഷനിലും ഒക്കെ ആൾക്കാരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല. ആൻഡ് എൻഷുർ സസ്റ്റൈനബിലിറ്റി ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ടുവേർഡ്സ് ഗാർബേജ് ഫ്രീ ആൻഡ് ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ സിറ്റീസ്, ODF, ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ സിറ്റീസ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ അർബൻ ഏരിയാസിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് വേസ്റ്റ് സെഗ്രിഗേഷൻ സോഴ്സിൽ നടക്കേണ്ടതാണ്. സോ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൊവൈഡ് credible outcomes which could be validated by third-party certification to foster a spirit of healthy competition amongst towns and cities to improve their service delivery to citizens and move towards creating cleaner cities. സോ ഇങ്ങനെ ഒരു സർവേ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അവാർഡ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഒരു പോസിറ്റീവ് കോമ്പറ്റീഷനായിട്ടൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ക്ലെൻലിനെസ്സിലേക്ക് വേണ്ടി സിറ്റീസൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് ത്രൂ ഓൺലൈൻ പ്രോസസ്സസ് ആൻഡ് ക്രിയേറ്റ് അവയർനെസ് എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിൽ അവർക്കൊരു അവബോധം ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് സ്കീമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് സക്സസ്സിലോ തെറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്നൊക്കെ പറയുന്നത്. സോ ഇത്തവണത്തെ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ് കിട്ടിയതിൻ്റെ അകത്ത് ക്ലീനസ്റ്റ് സിറ്റി, അത് പല കാറ്റഗറിയിലായിട്ടാണ്. അത് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10 lakh, വിത്ത് പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ 10 lakhൻ്റെ അകത്ത് ക്ലീനസ്റ്റ് സിറ്റീസ് വന്നിരിക്കുന്നത് ഇൻഡോർ, അതുപോലെ തന്നെ സൂറത്താണ്. ഈ പറഞ്ഞ പോലെ തന്നെ മധ്യപ്രദേശിലുള്ള ഇൻഡോർ, ഗുജറാത്തിലുള്ള സൂറത്ത്, അതിലാണ് നമ്മുടെ കമ്പൈൻഡ് ആയിട്ട് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് ക്ലീനസ്റ്റ് സിറ്റീസിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ തേർഡ് വന്നിരിക്കുന്നത് നവി മുംബൈ, പിന്നെ വിശാഖപട്ടണം, അത് കഴിഞ്ഞ് ഭോപ്പാൽ, ഇങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ലെസ് ദാൻ 1 lakh പോപ്പുലേഷൻ്റെ അകത്തുള്ള ക്ലീനസ്റ്റ് സിറ്റീസ് സസ്വാദ് മഹാരാഷ്ട്രയിലുള്ള, പത്താൻ ഗുജറാത്തിലുള്ള, ലോണാവാല മഹാരാഷ്ട്രയിലുള്ള, അങ്ങനെ ആണ് പോകുന്നത്. അതുപോലെ സ്റ്റേറ്റിൻ്റെ റാങ്കിങ് എടുക്കുമ്പോഴത്തേക്കും വിത്ത് മോർ ദാൻ 100 അർബൻ ലോക്കൽ ബോഡീസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര, പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, തെലങ്കാന, അങ്ങനെയാണ്. സോ അതെന്താണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയൊക്കെ തീമും കാര്യങ്ങളൊക്കെ ദ പ്രസിഡന്റ് ദ്രൗപദി മുർമു കൺഫേം സ്വച്ഛ് സർവേഷൻ അവാർഡ്സ് 2023 അറ്റ് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി, ഹോസ്റ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ദ തീം ഫോർ ദ 2023 ഇയർ വാസ് വേസ്റ്റ് ടു വെൽത്ത് ആയിരുന്നു. അതുപോലെ തന്നെ വരുന്ന ഇയറിൽ റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അപ്പോൾ എന്താണ് സ്വച്ഛ് സർവേഷൻ അവാർഡ്സ് എന്നൊക്കെ ഓർക്കുക. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ഗ്രോയിങ് കൺസേൺ ആണ്, എസ്പെഷ്യലി സിറ്റീസിലൊക്കെ. അപ്പം അതിന് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സ്കീമാണെന്നുണ്ടെങ്കിലും അത് സക്സസ് ആവുള്ളൂ. ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തത് 30 meter ടെലസ്കോപ്പ്. നമുക്ക് റീസെൻ്റ്ലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂസിലുണ്ടായിരുന്നായിരുന്നു. 30 meter ടെലസ്കോപ്പ് ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആയിരുന്നു. ഗ്ലോബൽ കൊളാബറേഷൻ ആണ്. ഇന്ത്യയൊക്കെ അതിൻ്റെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇന്ത്യ സ്ക്വയർ കിലോമീറ്റർ അറേ ആ ടെലസ്കോപ്പ്, റേഡിയോ ടെലസ്കോപ്പ് സിസ്റ്റത്തിൻ്റെ ഒഫീഷ്യലി നമ്മളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഇന്ത്യ. 30 meter ടെലസ്കോപ്പിൻ്റെ US-ലുള്ള ഹവായി ഐലൻഡ്സിലാണ് ഇത് അസ് ഓഫ് നൗ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൺസ്ട്രക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് ഹോൾട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഇൻഡിജിനസ് അവിടുത്തെ ആൾക്കാരുടെ ലോക്കൽ ഒപ്പോസിഷൻ കാരണമൊക്കെ. സോ ഇതിൻ്റെ സൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വരുന്നുണ്ട്. മേ ബി സ്പെയിനിലുള്ള കാൻറി ഐലൻഡ്സിലോട്ടൊക്കെ മാറ്റും എന്നൊക്കെ പറയുന്നു. എനിവേ, അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് മിനിസ്ട്രി ടീം വിസിറ്റ്സ് ഹവായ് ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ടെലസ്കോപ്പ് പ്രോജക്റ്റ്. നമ്മുടെ ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ടീം ഒഫീഷ്യലി ഇവരുടെ ഈ സൈറ്റിൽ, നമ്മുടെ US-ലുള്ള ഹവായ് ഐലൻഡ്സിലുള്ള ഈ 30 meter ടെലസ്കോപ്പിൻ്റെ സൈറ്റിൽ വിസിറ്റ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റിൽ ഇന്ത്യ പാർട്ടായിട്ടുള്ള ഗ്ലോബൽ കൊളാബറേഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജി, നമ്മൾ കഴിഞ്ഞ ദിവസം സ്ക്വയർ കിലോമീറ്റർ അറേ കണ്ടു. അതുപോലെ തന്നെ വേറെ ഒരു പ്രൊജക്റ്റാണ് ഈ 30 meter ടെലസ്കോപ്പ്. ഇതുപോലെ പ്രിലിംസിലും അതുപോലെ തന്നെ GS3 സയൻസ് ടെക്നോളജി അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മൗനാക്കി എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് വോൾക്കാനോ ഐലൻഡിലാണ് ഈ ഇതിൻ്റെ പ്രൊജക്റ്റ് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ദ 30 meter ടെലസ്കോപ്പ് പ്രൊജക്ട് ഈസ് ആൻ ഇൻ്റർനാഷണൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ USA, കാനഡ, ജപ്പാൻ, ചൈന ആൻഡ് ഇന്ത്യ. സോ ഇന്ത്യ അതിൻ്റെ ഒരു പാർട്ടാണ്. അവിടുത്തെ റെസ്പെക്റ്റീവ് ഏജൻസീസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇറ്റ് വിൽ അലോ ഡീപ്പർ എക്സ്പ്ലോറേഷൻ ഇൻ ടു സ്പേസ് ആൻഡ് ഒബ്സർവ് കോസ്മിക് ഒബ്ജക്ട്സ് വിത്ത് അൺപ്രസിഡൻറ്റഡ് സെൻസിറ്റിവിറ്റി. എന്തുകൊണ്ട് ഇത് 30 meter ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലസ്കോപ്പിൻ്റെ അതിൻ്റെ ആ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 meter ആണ്. അതുകൊണ്ടാണ് 30 meter ടെലസ്കോപ്പ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ 30 meter ടെലസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു വലിയൊരു ജയന്റ് സ്ട്രക്ചറാണ്, ഒരുപാട് ഗ്ലാസ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഹെൻസ് ദ നെയിം 30 meter ടെലസ്കോപ്പ്. 30 meter refers to a 30 meter diameter of the mirror
with 492 segments of glass pieced together, which makes it 3 times as wide as the world's largest existing visible light telescope. ഒരു അംബീഷ്യസ് പ്രോജക്റ്റ് ആണ്. നമ്മുടെ സ്പേസ് ഒബ്സർവേഷനിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ വഹിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്തിക്കുക. ഇന്ത്യ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ സയൻസ് മിനിസ്റ്ററുടെ ടീം അവിടെ പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളും ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിരുന്നു. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഗ്ലോബൽ കൊളാബറേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഐറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട സ്ക്വയർ കിലോമീറ്റർ അറേ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അതുള്ള ഇന്ത്യയിലുള്ള ഗ്ലോബൽ കൊളാബറേഷൻസും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇമേജ്. അടുത്ത ലോരി ഫെസ്റ്റിവൽ. നമുക്കറിയാം ഇത് ഈ മകരസംക്രാന്തി, പൊങ്കൽ, ലോരി ഇതെല്ലാം ഏകദേശം ഒരേ ടൈമിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു നമുക്കറിയാം പണ്ട് കാലത്ത് സീസണൽ ചേഞ്ച് അനുസരിച്ചായിരുന്നു ഫെസ്റ്റിവൽസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിൻ്ററിൻ്റെ കഴിഞ്ഞ് അതിന് ശേഷം ആ സമ്മറിൻ്റെ വരവിനെയൊക്കെ വെൽക്കം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ വിൻ്റർ ക്രോപ്സിൻ്റെ ഹാർവസ്റ്റിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റാബി ക്രോപ്സിൻ്റെ ഹാർവസ്റ്റിനെയൊക്കെ കുറിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ലോരി ഫെസ്റ്റിവൽ. അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ മകരസംക്രാന്തിയും ബിഹു, അതുപോലെ തന്നെ പൊങ്കൽ, തമിഴ്നാട്ടിലെ പൊങ്കൽ ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അത് സീസണൽ ചേഞ്ചിനോടനുബന്ധിച്ചാണ് പണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫെസ്റ്റിവൽസ് എല്ലാം വന്നിരുന്നത്. അപ്പോൾ ഈ ലോരി ഫെസ്റ്റിവൽ ആണെന്നുണ്ടെങ്കിൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ആ നോർത്തേൺ ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് ഉള്ളത്. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ടുള്ളത്. സോ എന്താണെന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ്സ് ഗ്രീറ്റിംഗ്സ് ഓൺ ദി ഈവ്സ് ഓഫ് ലോരി, മകരസംക്രാന്തി, ബിഹു ആൻഡ് പൊങ്കൽ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഗ്രീറ്റിംഗ്സ് ഒക്കെ എല്ലാവർക്കും നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു ആർട്ടിക്കിളൊക്കെ PIBയിൽ വന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ബേസിക്കലി. അപ്പോൾ ഇത് പ്രിലിംസിനും അതുപോലെ തന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, കൾച്ചർ, ഇതിനൊക്കെ എവിടെയാണ് ഈ ഫെസ്റ്റിവൽ, എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ലോരി ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ബൈ Sikhs and Hindus. It marks the end of the winter season and is traditionally believed to welcome the sun to the northern hemisphere. ഇതാണ് അതിൻ്റെ ഒരു സീസണൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഒക്കെ. ബേസിക്കലി ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. നമ്മുടെ റാബി ക്രോപ്സ് ഒക്കെ, അതുപോലെ തന്നെ വിൻ്റർ മാറി സമ്മർ ആകുന്നതിൻ്റെ ഒരു സെലിബ്രേഷൻ പോലെയൊക്കെയാണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് എ നൈറ്റ് ബിഫോർ മകര സംക്രാന്തി. ദിസ് ഒക്കേഷൻ ഇൻവോൾവ്സ് എ പൂജ പരികർമ്മ അറൌണ്ട് ദ ബോൺഫയർ വിത്ത് പ്രസാദ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു റിച്വൽ സാധനങ്ങൾ. ഇറ്റ് ഈസ് എസെൻഷ്യലി ടേംഡ് as the festival of the farmers and harvest, whereby the farmers thank the supreme being. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അടുത്തത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ശ്രീലങ്കയിലെ ജാഫ്ന ചേർന്ന് കിടക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് തമിഴ് പോപ്പുലേഷൻ ഉണ്ട്. സോ അവിടെ ശ്രീലങ്കയിൽ ഈ തമിഴ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മൈനോറിറ്റിയാണ്. അവിടുന്നുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു റെഫ്യൂജി സ്റ്റാറ്റസിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം അവിടെ ഒരു സിവിൽ വാർ, ശ്രീലങ്കൻ സിവിൽ വാറും LTTയുടെ കാര്യവും പ്രഭാകരൻ ആ കാര്യങ്ങളും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ആണെന്നുണ്ടെങ്കിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നതാണ്. എനിവേ, സോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ദ ഹിന്ദുവിൻ്റെ അതൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ദി ലോങ് വെയിറ്റ് ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. പർട്ടിക്കുലർലി കേസ് സ്റ്റഡി പറയുന്നത് ശ്രീലങ്കൻ തമിഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പിനെ ഗവേൺ ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്, ഭരണഘടന ആർട്ടിക്കിൾസ് അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് GS2 ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിസി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന പാർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സിൻസ് റീസെൻ്റ്ലി CAയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യുന്നു. അപ്പം ഇതിനോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്താണ് അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കണം. So, the long wait for Indian citizenship. Sri Lankan refugees have been living in and outside refugee camps in Tamil Nadu for years. Especially നമുക്കറിയാം ശ്രീലങ്കൻ സിവിൽ വാറിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വലിയ റെഫ്യൂജി ഒരു ഇൻഫ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, the union government considers them illegal migrants and refused to grant citizenship, but thanks to judicial intervention, a few of them can be finally called Indian citizens. അപ്പോൾ ആ ആർട്ടിക്കിൾ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ പാർട്ട് 2 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾസ് 5 to 11 അതാണ് സിറ്റിസൺഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയുടെ, നിങ്ങൾ പൊളിറ്റിയിലൊക്കെ പഠിക്കുന്നതാണ്. സോ റീസെൻ്റ് ആയിട്ട് വരുന്ന ചേഞ്ചസ് ഒക്കെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, CAA, നിങ്ങൾ CAA അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു ആൾക്കാരുടെ കൺസേൺസ്, പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരുന്നതാണ്. സോ CAA എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം.
CA aims to provide citizenship to persecuted minorities from neighboring countries. The government asserts that it is a humanitarian gesture to protect those facing religious persecution. So അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു എന്താണ് പറയുന്നത്, റിലീജിയസ് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷനൊക്കെ ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് കേസുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. എനിവേ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂമാനിറ്റേറിയൻ ജസ്റ്ററാണ്, റിലീജിയസ് പ്രോസിക്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നേരിടുന്നത്. അപ്പോൾ ഏതൊക്കെ കൺട്രീസാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെയുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPR seeks to create a comprehensive identity database but had raised concern about privacy, profiling and potential misuse. അപ്പോൾ ഈ CA എന്താണ്, NPR എന്താണ്, അതുപോലെ തന്നെ NRC, ആസാമിലുണ്ടായിരുന്ന NRC കാര്യങ്ങൾ, NRCയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. The Assam NRC aimed to identify illegal immigrants but faced criticism for procedural flaws leading to a significant number of exclusions and allegation of bias. അപ്പോൾ അതൊക്കെ ഓർക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിറ്റിസൺഷിപ്പിൻ്റെ അതാണെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ബാലൻസ് വരണം. അതായത് നാഷണൽ സെക്യൂരിറ്റി, ഇപ്പം ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റേറിയൻ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ടിൻ്റെ കൂടെ ഒരു ബാലൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊസീജിയറൽ ഫ്ലോസ് ഒക്കെ പരമാവധി കുറയ്ക്കാനും ഈ പറഞ്ഞ പോലെ തന്നെ ബയാസും എക്സ്ക്ലൂഷൻസും ഒക്കെ പരമാവധി ഒഴിവാക്കാനും ശ്രമിച്ചുകൊണ്ടുള്ള ഒരു ബാലൻസിൻ്റെ പുറത്താണ് ഇത് നടക്കേണ്ടത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള 2 കമ്മിറ്റി റെക്കമെൻഡേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ പാർലമെന്ററി കമ്മിറ്റി എംഫസൈസ് ദ നീഡ് ഫോർ എ ബാലൻസ്ഡ് അപ്രോച്ച്. അപ്പോൾ എല്ലാ കമ്മിറ്റീസ് തന്നെയാണ് പറയുന്നത് ബാലൻസ്ഡ് അപ്രോച്ച് വേണം. എൻഷുറിംഗ് ദാറ്റ് സിറ്റിസൺഷിപ്പ് പ്രോസസ്സസ് ഡു നോട്ട് ലീഡ് ടു ഡിസ്ക്രിമിനേഷൻ ഓർ എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്ത് ഇതാണെന്നുണ്ടെങ്കിലും അത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും റിലീജിയസ് ആയിട്ടോ കൾച്ചറൽ ആയിട്ടോ ഉള്ള ഡിസ്ക്രിമിനേഷനോ എക്സ്ക്ലൂഷനോ ഒന്നും വഴി വെക്കരുത് എന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഹോം അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ പറയുന്നതും റിഫോംസ് ടു സിംപ്ലിഫൈ സിറ്റിസൺഷിപ്പ് പ്രൊസീജിയർ. ഈ പറഞ്ഞ പോലെ ചുവപ്പ് നാടകൾ പെട്ട് പോകരുത്. പ്രൊസീജിയറിൽ ഒത്തിരി ചിലപ്പോൾ ഒരുപക്ഷെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റൽ എവിഡൻസ് ഒക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി അത് പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യുക. അഡ്രസ്സിങ് കൺസേൺസ് അബൌട്ട് ഡോക്യുമെൻറ്റേഷൻ ചലഞ്ചസ്, അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യുക. ആൻഡ് എൻഷുറിങ് എ ഫെയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ് പ്രോസസ്, അതാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് HPV വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ GS2-ലൊക്കെയുള്ള ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ഹെൽത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാക്സിനേഷനൊക്കെ വരുന്നു. അത് പർട്ടിക്കുലർലി ഇന്ത്യൻ സിനേറിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ why HPV vaccine push matters. Cervical cancer is the second most common type of cancer among women in India. Universal HPV vaccination promises to put a significant dent in this number. അപ്പോൾ ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അകത്ത് വന്നിരുന്ന എക്സ്പ്ലെയിൻഡ് ഹെൽത്ത്, അതിൻ്റെ അകത്തുള്ള ഒരു ആർട്ടിക്കിളാണ്. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. സോ എന്താണ് ഈ സെർവിക്കൽ ക്യാൻസർ, അതുപോലെ എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള അതിൻ്റെ വാക്സിനേഷൻ വഴി എങ്ങനെയാണ് തടയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. സോ basically cervical cancer, to reduce the cases of cervical cancer in India, the government is set to roll out an immunization campaign against the human papilloma virus in the second quarter of 2024. അപ്പോൾ എന്താണ് ഈ സെർവിക്കൽ ക്യാൻസർ, എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊക്കെയുള്ളത് ഒരു ഐഡിയ വേണം. Cervical cancer is a type of cancer that originates in the cells of the cervix, the lower part of the uterus that connects to the vagina. The most common cause of cervical cancer is persistent infection with certain types of ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വിച്ച് ഇസ് എ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു STI ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷന്. അതാണെന്നുണ്ടെങ്കിൽ സെർവിക്സിനെ, ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ് കണക്റ്റിംഗ് ടു ദ വജീനെ, അവിടെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് സെക്കൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ക്യാൻസർ എമംഗ് വുമൺ ആണ്. ഗ്ലോബലി ഉള്ള ഇതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ അത് കാണുന്നുണ്ട്. ഗ്ലോബലി അത് 4th or 5th മറ്റോ ആണ്. ഇന്ത്യയിൽ അത് സെക്കൻഡ് മോസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ എമംഗ് വുമൺ ആണ്. ഫസ്റ്റ് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതിനുശേഷം വരുന്നത് സെർവിക്കൽ ക്യാൻസർ ആണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു കോമൺ കോസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ട്രീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റബിളും ആണ്, ക്യൂറബിളും ആണ്. ഡയഗ്നൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം സക്സസ് റേറ്റ് ഉള്ള ക്യാൻസേഴ്സിൻ്റെ അകത്ത് തന്നെ വളരെ ട്രീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ഇതാണ് സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ഇതിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റെപ്പാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനേറിയോയിൽ. കാരണം സെക്കൻഡ് മോസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ അമംഗ് വുമൺ ഇൻ ഇന്ത്യ ആണ്.
So when diagnosed, cervical cancer is one of the most successfully treatable forms of cancer as long as it is detected early and managed effectively. അപ്പോൾ ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാക്സിനേഷൻ പുഷ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റെ പ്രിവെൻഷനും കാര്യങ്ങൾക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ആ ആർട്ടിക്കിളിൻ്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യാസ് ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ആർട്ടിക്കിൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ ഓൾ ക്യാൻസേഴ്സ്, ഇന്ത്യയിലുള്ള ക്യാൻസർ ഡെത്തുകൾ അത് ജെൻഡർ സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പോൾ കമ്പൈൻഡ് ആയിട്ട് ഒരു 8.5 ലാക്ക് ഡെത്ത്സ് ആനുവലി, അതുപോലെ തന്നെ 13.8 ലാക്ക് കേസസ് ഉണ്ട്. ഇനി സെർവിക്കൽ ക്യാൻസറിൻ്റെ കേസ് തന്നെയാണെന്നുണ്ടെങ്കിലും ക്ലോസ് ടു 77,000 ഡെത്ത്സ് ആണെന്നുണ്ടെങ്കിൽ അത് കാരണമുണ്ട്. ഇനിയും ഈ ഫീമെയിലിൻ്റെ അകത്തുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഫോളോഡ് ബൈ സെർവിക്കൽ ക്യാൻസർ. അതുപോലെ തന്നെ മെയിൽസിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലിപ്പ് ഓറൽ ക്യാവിറ്റി ക്യാൻസർ, പിന്നെ ലങ് ക്യാൻസർ. അതിന് പല പല റീസൺസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ ടൊബാക്കോ യൂസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ HPV വാക്സിൻ്റെ ഓൾഡർ വുമണിൽ അത് അത്ര കണ്ട് എഫക്റ്റീവ് അല്ല. പക്ഷേ ഈ 45 വയസ്സ് വരെയുള്ള വുമണിൽ ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ HPV വാക്സിനേഷൻ പോസിബിൾ ആണ്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അതിനുശേഷം ലിപ്പ് ഓറൽ ക്യാവിറ്റി, അതിനുശേഷം വരുന്നത് സെർവിക്കൽ. ഇത് 2 ജെൻഡേഴ്സിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ നിങ്ങളുണ്ടാകണം. സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേസിൽ വുമണിലുള്ള ഏറ്റവും സെക്കൻഡ് കോമൺ ക്യാൻസറാണ്. അടുത്തത് സ്പീഷീസ് ഇൻ ന്യൂസ് ആയിട്ട് ഹിമാലയൻ വൂൾഫ്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹിമാലയൻ വൂൾഫിൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് നടന്നിട്ടിരുന്നു IUCNൽ. അപ്പോൾ അത്ര ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഡേറ്റ അല്ല, കുറച്ച് വറിയിങ് ഡേറ്റയാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രിലിംസിനും അതുപോലെ തന്നെ GS3 ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സിലബസ് പോയിന്റിൽ. അപ്പോൾ ഇതാണ് ഹിമാലയൻ വൂൾഫ്. നമ്മുടെ ഇന്ത്യയിൽ 2 വൂൾഫ് സ്പീഷീസ് ആണുള്ളത്. അപ്പോൾ ഹിമാലയൻ വൂൾഫ് കുറച്ച് ഫറൊക്കെ ഉള്ള ഒരു വൂൾഫ് സ്പീഷീസ് ആണ്. സോ ദ ഫസ്റ്റ് എവർ IUCN അസസ്മെൻറ്റ് ഓഫ് ദ ഹിമാലയൻ വൂൾഫ് ഈസ് ഔട്ട് ആൻഡ് ഇറ്റ് ഈസ് ഗ്രീം. Species listed as vulnerable with just 2,275 to 3,792 mature individuals in the wild. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് ഒരു ഡിക്ലൈനിങ് ആണ്, അത്ര ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത അല്ല എന്നാണ് ഇതിൻ്റെ അസസ്മെൻറ്റ് പറയുന്നത്. 2 subspecies of wolves are found in India. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദ ഇന്ത്യൻ ഗ്രേ വൂൾഫ് സ്പ്രെഡ് അക്കോസ് പെനിൻസുലാർ ഇന്ത്യ, നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലൊക്കെ ഉള്ളത് ഗ്രേ വൂൾഫാണ്. ആൻഡ് ദ അതർ വിച്ച് ഇസ് ദ ഹിമാലയൻ വൂൾഫ് ഓർ ദ ടിബറ്റൻ വൂൾഫ് ഫൗണ്ട് ഇൻ ദ അപ്പർ ട്രാൻസ് ഹിമാലയൻ റേഞ്ച്. ടിബറ്റൻ ആ റേഞ്ചിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അവിടെയാണ് അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നത്. ഹിമാലയൻ വൂൾഫ് ഈസ് ഫൗണ്ട് ഇൻ ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ആൻഡ് ഇൻ ദ ലാഗൂൾ ആൻഡ് സ്പിറ്റി റീജിയൻ ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ ഹിമാചൽ പ്രദേശ്. സോ അപ്പർ ഹിമാലയൻ, ട്രാൻസ് ഹിമാലയൻ അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് അസസ്മെൻറ്റ് നടന്നു. വൾണറബിൾ സ്റ്റാറ്റസ് ആണ് IUCN റെഡ് ലിസ്റ്റിൽ. നമ്പേഴ്സ് ഡിക്ലൈനിങ് ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.